അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ളോഗ് ചാനലിൽ പൊതുവെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറവാണ്. കൂടുതലായിട്ടും ഈ ഒരു വ്ളോഗ് ചാനലിൽ ഞാൻ ട്രാവലിംഗ് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതും കുറച്ചത്. അപ്പോൾ എന്നിരുന്നാലും ഇവിടെ ഈ ഒരു പ്രദേശങ്ങളിൽ, അതായത് എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീടിൻ്റെ ഏരിയാസ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ട് എന്തായാലും ഈ ഒരു വ്ളോഗ് ചാനലിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വ്ളോഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്യാമറാസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു നല്ലൊരു ക്യാമറയ്ക്ക് ഒരു 50,000 മേലെ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ക്യാമറ മേടിച്ചുകൊണ്ട് മാത്രമല്ല, അത് നമ്മൾ അതേപോലെ സംരക്ഷിക്കുകയും കൂടെ വേണം. എന്നാൽ മാത്രമേ നമുക്കത് അവസാനം വരെ നമ്മളുടെ കയ്യിൽ നിലനിൽക്കുള്ളൂ. അപ്പോൾ ചുമ്മാ നമുക്കത് സുരക്ഷിതമായിട്ട് വെക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറയുടെ കാര്യത്തിൽ മൊത്തത്തിൽ പോക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ക്യാമറ മേടിച്ചിട്ട് ഏകദേശം ഒരു 1.5-2 മാസമായി. ഈ 2 മാസത്തിനിടയ്ക്ക് ഈ ഒരു ക്യാമറ സംരക്ഷിക്കണം എന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പുതിയ ക്യാമറയൊക്കെ മേടിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. കുറച്ച് ക്യാഷ് കാര്യങ്ങളൊക്കെ ചിലവുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു സാധനങ്ങളൊക്കെ, അതായത് നിങ്ങൾ ക്യാമറ പുതുതായിട്ട് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഈ സാധനങ്ങളൊക്കെ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്ന ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പർച്ചേസിങ് കൂടി ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാമറ സർവീസ് ചെയ്യേണ്ട വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. ചെറിയ എമൗണ്ടിലുള്ള ഈ സാധനങ്ങളുടെ നിങ്ങളിത് വാങ്ങാണ്ടിരിക്കരുത്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ബാഗ് നമുക്ക് ക്യാമറയോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം എല്ലാ ക്യാമറ മേടിക്കുമ്പോഴും നമുക്ക് ഈ ഒരു ബാഗ് കിട്ടും. അപ്പോൾ ഈ ഒരു റെഡ് ഇതില്ലേ, ഈ റെഡിഷ് ആയിട്ടുള്ള ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതായത് നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ക്യാമറ 1 വർഷം 2 വർഷമൊക്കെ യൂസ് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു സംഭവം ഈ ഒരു ബാഗിനകത്ത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാഗിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മളുടെ സ്കൂൾ ബാഗൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലൈറ്റ് ഷർട്ട്, അതായത് ലൈറ്റ് കളറുള്ള ഉള്ളിൽ ലൈറ്റ് കളർ വരുന്ന ബാഗ് കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് ഒരു കറുപ്പ് നിറം കാണാനായിട്ട് സാധിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഫംഗസ് ആണ്. അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തേച്ച് മാച്ചൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പോകില്ല. ഓക്കെ, അപ്പോൾ അത് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കത് ക്യാമറ യൂസ് ചെയ്യുന്ന ബാഗിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സാധനം നമുക്ക് ക്യാമറ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അതായത് സിലിക്ക ജെല്ല്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് തുറന്ന് കാണിക്കാൻ വയ്യ. തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ ക്യാമറയാണ് പിടിച്ചിരിക്കുന്നത്, ഫോൺ ക്യാമറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തുറന്ന് കാണിക്കാനായിട്ട് വയ്യ. അതായത് നമ്മളിപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് ചെരുപ്പിൻ്റെ ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പം ചെരുപ്പിൻ്റെയൊക്കെ ബോക്സിൽ നമ്മളിങ്ങനെ ഒരു ജെല്ല് കണ്ടിട്ടുണ്ടാവും, സിലിക്ക ജെല്ല് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു ജെല്ലാണിത്. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു ബാഗിൽ, അതായത് ക്യാമറ വെക്കുന്ന ബാഗിൽ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ലെൻസ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ലെൻസ് ഉദാഹരണത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെൻസിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫംഗസ് കയറും. ഫംഗസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെൻസ് പോയി എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, ഫംഗസ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചെയ്താലും നമ്മളുടെ ആ ഒരു ആദ്യത്തെ ഒരു ക്വാളിറ്റി നമ്മളുടെ ക്യാമറയ്ക്ക് കാര്യങ്ങളൊന്നും ലഭിക്കില്ല. ഓക്കെ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. പിന്നെ പ്രധാനമായിട്ടും വേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ ഫിൽറ്റർ. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അതായത് ഇത് 50 mm ലെൻസാണ്. ഓക്കെ, ഞാൻ ഈ 50 mm ലെൻസാണ് കൂടുതലായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ബ്ലറിങ് കാര്യങ്ങളൊക്കെ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ലെൻസിന് ഏകദേശം ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8,000 രൂപ റേഞ്ച് വരുന്നുണ്ട്. 50 mm ലെൻസാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്കൊരു കവറിങ് കാണാനായിട്ട് സാധിക്കും. അതായത് ഇതൊരു ഫിൽറ്ററാണ്. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിന് ഏകദേശം ഒരു 700-800 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ നിങ്ങൾ എന്തായാലും മേടിച്ചിട്ടേക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ലെൻസ് എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിൽറ്റർ പോയാലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇതിൻ്റെ ഉള്ളിലുള്ള ആ ലെൻസ് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ലെൻസ് മേടിക്കുമ്പോഴും ലെൻസിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. നമ്മളിത് സെപ്പറേറ്റ് ഷോപ്പിൽ നിന്ന് ചോദിച്ച് എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ലെൻസ് എന്ന് പറയുന്നത് ഇത് 18-55 mm ആണ്. ഇതുകൊണ്ട് എനിക്ക് വലിയ യൂസ് ഒന്നുമില്ല. പക്ഷേ ചില വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു ലെൻസും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സാധാരണ ഒരു ഫിൽറ്റർ കിട്ടും. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ ഒരു ക്യാനോൺ ക്യാമറ 200D Mark II ആണിത്. അതായത് 4K
റെസൊല്യൂഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഈ ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് 55 to 250 mm ആണ്. അപ്പോൾ ഇത് ഒരു സൂമിംഗ് ലെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സൂമിംഗ് ലെൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ലോങ് ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് സൂം ചെയ്തുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും വാങ്ങേണ്ടത്, ഇതിന് നമുക്ക് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോദിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ ഷോപ്പിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിനും ഏകദേശം ഒരു 300-350 ആ റേഞ്ചിൽ വരുന്നുണ്ട് നോർമൽ ലെൻസിന്, നോർമൽ ഫിൽറ്ററിന്. പിന്നെ നിങ്ങളിപ്പം അത്യാവശ്യം കുറച്ചുകൂടെ വില കൊടുക്കാൻ നല്ലൊരു ഫിൽറ്റർ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് ഫിൽറ്ററാണ്. ഓക്കെ, അപ്പോൾ സിലിക്ക ജെല്ലിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ടും വാങ്ങേണ്ട കുറച്ച് ടൂൾസാണ്. അതായത് നമ്മളിപ്പം ക്യാമറയ്ക്ക് വേണ്ടി വാങ്ങേണ്ട ടൂൾസ് ഇതുണ്ടോ, ഇതൊക്കെ നമ്മുടെ ഇവിടെ ക്യാമറ എവിടെയും നമ്മൾ എന്താണ് ഗാർഡനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ചില ഏരിയാസിലൊക്കെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഇരിപ്പുണ്ടാവും. പക്ഷേ അത് നമ്മൾ ബ്രഷ് കൊണ്ട് തൂത്തന്നെ പോവില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് എയറാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇടഭാഗങ്ങളിലൊക്കെ ഇരിക്കുന്ന പൊടികളൊക്കെ ഇതിലൂടെ തന്നെ പോയിക്കോളും. പിന്നെ ഇത് നമുക്ക് സാധാരണ കണ്ടിട്ടുണ്ടാകും ഷോപ്പുകളിലൊക്കെ ആയിട്ട് ഈ ഡിസ്പ്ലേ ഒക്കെ തൂക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ്, ക്ലീനിങ് ലിക്വിഡ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതേപോലത്തെ ഒരു ബനിയൻ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബനിയൻ ക്ലോത്തിൽ ഇതാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ലെൻസിൻ്റെ ഫിൽറ്ററൊക്കെ ഇല്ല, ഫിൽറ്ററിൻ്റെ ആദ്യ ഭാഗം വരുന്നില്ല, ഫ്രണ്ട് ഭാഗം, അതായത് ഈ ഒരു ഭാഗമൊക്കെ വരുന്നില്ല, അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാം. പിന്നെ നമുക്ക് സാധാരണ വരുന്ന ബ്രഷ്, ഇത്ര സാധനമാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇത് 3 എണ്ണം ഒരു പാക്കറ്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത്ര സാധനം, അതായത് 4 സാധനങ്ങൾ ഒരു പാക്കറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങി ഏകദേശം ഞാൻ മേടിച്ചപ്പോൾ ഒരു 450 ആ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഷോപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ കൊണ്ടു നടക്കുന്നതിൽ ഒരർത്ഥം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും വ്ളോഗ് ചാനലിൽ പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ടും കൂടെ ചെയ്യാം.